सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द गोपालं द्विभुजं कृष्णं नवनीतकरद्वयं ध्यायेत् प्रसन्नवदनं भक्ताभीष्टफलप्रदम् இன்னைக்கு காவശ്ശേരി ஈஸ்வரபட்டு கிராமம் ஸ்ரீ நவநீதன கோபாலகிருஷ்ண சுவாமி கோவிலில் நம்மளோட தன்வந்தரி யாகம் நடந்த அந்த யாகசாலையில் வச்சிருந்த ஃபோட்டோவுக்கு வெட்டிவேரோடு மாலை கொண்டு வந்திருக்கு. அதை இன்னைக்கு சார்த்தறதுக்கு வேண்டிட்டு நமக்கு ஒரு மகா பாக்கியம் கிடைச்சிருக்கு. இவர் வந்து பிரமோத ஜோசியர், இது வந்து தினேஷ் ஜோசியர், அண்ணா தம்பிமாராக்கும் നമ്മളോട് 3 വർഷം പിന്നാലെ നമ്മൾ അഷ്ടമംഗല്യം ദേവപ്രശ്നം വെച്ച സമയത്തില് ഇവ അണ്ണാവാക്കും പ്രമാണിയായിട്ട് ഇരുന്നിട്ട് ഇവ വന്നിട്ടാക്കും അത് നടത്തി തന്നിരുന്ന അന്നേക്ക് ഏറ്റവും കൂടുതൽ ഇവ ചൊന്നത് പ്രകാരം നമ്മൾ കോവിലുകൾക്കെല്ലാം വന്നുകൊണ്ടിരിക്ക്. ഇപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ഉദാഹരണത്തിന് ചൊല്ലിയാച്ചാൽ നമ്മൾ ബാലഗോവിന്ദ മാമ, ട്രിച്ചി കല്യാണരാമ മാമ ഇവാളെല്ലാം നമ്മൾ കോവിലായിട്ട് ബന്ധമേ ഇല്ലാത്ത പാടാക്കും. പക്ഷെ അവളെല്ലാം വന്ന അതുപോലെ സദാശിവ ആശ്രമം ചൊല്ലിയിട്ട് ഒരു സ്വാമികൾ വന്നാൽ, അതുപോലെ നാരായണ തീർത്ഥപാദർ വന്നാൽ, അതുമാതിരി സ്വയം പ്രകാശേന്ദ്ര സരസ്വതി വന്നാൽ, അതുമാതിരി நிறைய சுவாமிமார் வந்திருக்கார். பெரிய பெரிய பதவியில் உள்ளவாள்லாம் வந்திருக்கா. இப்போ இவா அந்த ஜோல்சியம் வச்சு பார்த்ததுலேயே இதெல்லாம் அவ கிருத்தியமாக சொல்லியிருந்தான். அது ஒன்றா நடந்துட்டு இருக்கு. பிரமோத ஜோல்சியர்னாக்கா இப்போ பாലക്കാട്ടിലേക്കും അതൊക്കെ കേരളത്തിലെ ദേവപ്രശ്നം അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് പാലക്കാട്ടിലെ എണ്ണം ചെന്ന ആൾക്കാരിലെ ഒരാളാക്കും പ്രമോദ്. തമ്പി ദിനേശ് ഒട്ടും പിന്നിലല്ല. ഇന്നേക്കും അവ ഒരു അഷ്ടമംഗല്യ പ്രശ്നത്തിലേക്കും വന്നിരിക്കുക. അപ്പൊ നമ്മളോട് ഒരു മഹാഭാഗ്യം, നമ്മളവളെ ക്ഷണിച്ചോ, അവളെ കൊണ്ട് இந்த കാര്യം ചെയ്യിപ്പിക്കണമെന്നാക്കും നെച്ചിருக்கு. അവ சொன்ன കാര്യങ്ങളെല്ലാം ഇപ്പൊ കോവിലേക്ക് വന്നുകൊണ്ടാക്കും ഇരിക്ക്. இந்த கோவிலோடு പ്രതിഷ്ഠ നടത്തുന്നത് ആരാക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കത്തക്ക് ചെന്നപ്പോൾ സ്വാമി നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അവരൊക്കെ വരും ചെന്ന 2 മാസத்துக்குள்ளவா வந்தா. ஈஸ்வரபட்டு கிராமம்னு பேரு ஆறு எப்படி வந்தது கேட்டா அவளே இங்க வந்துவிட்டா. அந்த மாதிரி நிறைய காரியங்கள் நமக்கு நடந்திருக்கு. கோஷாலை வந்தாச்சு. അതുപോലെ நிறைய കാര്യങ്ങൾ എല്ലാ മാസവും മൃത്യുഞ്ജയമെല്ലാം നടന്നിருக்கு. ഇവ சொன்னது പ്രകാരമെല്ലാം നമ്മൾ പരിഹാരങ്ങളെല്ലാം നടത്തിയിട്ട് പോகிறோம். അതിനാൽ നടന്നിருக்கு. இப்போ அவளை இந்த പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ அவளுக்கு ரொம்ப சந்தோஷமாச்சு. அவள் வரேன்னு சொன்னா அவள் வந்திருக்கா. அவளோட கையால் அந்த மாலையை சார்த்தத்துக்கு வேண்டி நான் அவள்கிட்ட அഭ്യർത്ഥിக்கிறேன். हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे. सर्वत्र गोविंद नाम संकीर्तनं गोविंद. பகவானுக்கு மாலை சார்த்தியாச்சு. இந்த வெட்டிவேறு மாலையோட பிரத்யேகதை என்ன கேட்டா, ஆஜீவனாந்தம் இது இப்படியே இந்த மனத்தோடு കൂടി വാടാക്കി ഇരിക്കുന്നുള്ളതാക്കും ഇതിനൊരു പ്രത്യേകത. എത്ര കാലം കഴിഞ്ഞാലും ഇതിനോട് മണം കുറയാതെ, ഗുണവും കുറയാതെ. അതാക്കും വെട്ടിവേര് മാലയോട് പ്രത്യേകത. ഇപ്പോൾ ഇവ കോവിലുക്ക് വന്നതുക്ക് നമ്മുടെ കളപഞ്ചാരത്തിന് പ്രസാദവും അതുപോലെ അവൾക്ക് ഭഗവാനോട് ഫോട്ടോയും കൂടി കൊടുക്കறதுக்கு വേണ്ടിയിട്ട് നമ്മളോട് കുംഭാഭിഷേക കമ്മിറ്റിയോട് ചെയർമാൻ KRS കൃഷ്ണൻ നമ്മളോട് കുംഭാഭിഷേക കമ്മിറ്റിയോട് വൈസ് ചെയർമാൻ
கிருஷ்ணமணி இப்போ வந்ததுக்கும் போனதுக்கும் எல்லாம் அவளுக்கு ரொம்ப ஒரு நன்றி நாங்கள் பிரகாசிப்பிக்கிறோம். இந்த கோவிலோட காரியத்தில் ரொம்ப ஸ்ரத்தையாவா எல்லா காரியங்களும் பண்ணியிருக்கா. அதனால தான் நமக்கு எல்லாம் நன்னா வருது. ഇനിയും അവളോട് ദൈവജ്ഞന്മാരോട് അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. 2 വാക്യം പറയാം. ഒരു 3 വർഷം മുമ്പ് ഇവിടെ മൂത്ത ജ്യേഷ്ഠന്റെ നേതൃത്വത്തിൽ പാടൂർ മുരളീധര പണിക്കരുടെ നേതൃത്വത്തിലൂടെ ഒരു അഷ്ടമംഗല വർഷം നടക്കേണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ എനിക്കും, ഞാൻ പാടൂർ പ്രമോദ് പണിക്കരാണ്, ഇത് അനിയൻ ദിനേശ് പണിക്കർ, ഞങ്ങൾക്കൊരു ഭാഗ്യം അതിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് ആക്ച്വലി അന്നത്തെ ഈ ഗ്രാമവാസികൾക്ക് അതിനെപ്പറ്റി അത്ര അറിവില്ലായിരുന്നു. നമ്മുടെ മുമ്പ് ആ പ്രശ്നത്തിൽ പറഞ്ഞത് ഒരു ദീക്ഷിതരെ ഈ ഒരു പ്രകാശരൂപത്തിൽ കുളത്തിൽ ഇത് കണ്ടു, ഭഗവാനെ കണ്ടു എന്നും അതിൽ നിന്നൊരു വിഗ്രഹം എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഞങ്ങളന്ന് പ്രശ്നത്തിൽ കണ്ടെത്തിയ ഒരു വിഷയം. പക്ഷെ അത് ഗ്രാമവാസികൾക്ക് അതിനെപ്പറ്റി അത്ര ധാരണ ഇല്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ അതും പറഞ്ഞു ഇതിനോട് ബന്ധപ്പെട്ട ഇവരുടെ പിൻതലമുറ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെന്നും അവരിവിടെ തിരിച്ചു എത്താനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഒന്ന് കണ്ടിരുന്നു. ഞങ്ങളിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഭഗവാൻ എന്താണെന്നുള്ളത് നമുക്കും തോന്നി. കാരണം ഇതിനെപ്പറ്റി ഒരു അറിവും ഗ്രാമവാസികൾക്കും ഇല്ല. അത് ഭഗവാന്റെ നിശ്ചയമായിരിക്കാം. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിൻതലമുറക്കാർ ഇവിടെ വന്നു തൊഴുതു. അവരുടെ പ്രശ്നം വെച്ചതിന് ശേഷം അവർക്ക് ഇതുപോലെ ഒരു കാര്യം ഉണ്ടായ ഒരു പൂർവ്വ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കൃഷ്ണനുണ്ട്, അത് ഇവരുടെ തലമുറയിലെ മുമ്പുള്ള ഏതോ തലമുറയിലുള്ളൊരു ദീക്ഷിതരാണ് അതിനെ കണ്ടെത്തിയെന്നും അതിനെ പ്രതീക്ഷിച്ചതെന്നും അവർക്ക് ഏതോ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ഒന്ന് തൊഴാനിടവന്നു. അപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടാകുന്നൊരു എന്താ പറയുക, ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എല്ലാ ഗ്രാമവാസികളും ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. ഞങ്ങൾക്കും ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വഴിപാടുകൾ പല വഴിപാടുകളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പരിഹാരങ്ങളായിട്ട് തന്നെ ഓരോ വ്യക്തികൾക്കും പരിഹാരം ചെയ്യാവുന്ന വിഷയങ്ങൾ ധന്വന്തരി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, ഭഗവത്സേവ, അങ്ങനെയുള്ള പല വിഷയങ്ങളും, നരസിംഹഹോമം, അങ്ങനെ പല പരിഹാരങ്ങളും ഇവിടെ പരിഹാരമായിട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഈ ക്ഷേത്രത്തിലുണ്ട്. അതൊക്കെ വളരെ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ പറ്റൂ. കാരണം മിക്കവാടിയും ഗണപതി ഹോമം, ഭഗവത്സേവ, മൃത്യുഞ്ജയ ഹോമത്തോടുകൂടി ഒതുങ്ങും. എന്നാൽ ഇവിടെ അതല്ല. നരസിംഹഹോമം, അതുപോലെ തന്നെ ഈ ധന്വന്തരി ഹോമമൊക്കെ രോഗശാന്തിക്കായിട്ട് ധന്വന്തരി ഹോമങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സമീപിച്ചിട്ട് അത് കണ്ടുപിടുത്തലാക്കണം. എല്ലാവരുടെയും സഹകരണത്തോടും ഈ ക്ഷേത്രം വളരെ ഭംഗിയാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറ്. എന്തായാലും എല്ലാവർക്കും ലോകാസമസ്താസുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ലോകത്തിലേക്കും ഈ ഭഗവാന്റെ അനുഗ്രഹം ചെറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. നന്ദി, എല്ലാറ്റിനും നന്ദി. ഇങ്ങനൊരു ഭാഗ്യം, ഈ ഭഗവാൻ ഇങ്ങനെ ഒരു മാല ചാർത്താനുള്ള ഒരു ഭാഗ്യവും ഞങ്ങൾ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. അങ്ങനെ എത്രയോ യോഗ്യന്മാരായ ആളുകൾ ഇവിടെ ഈ ഗ്രാമത്തിലുണ്ട്. ഒന്നും അറിയാത്ത ഞങ്ങളെ കൊണ്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.